Hi friends, this is breakfast item. We are going to Kannurkarude Kondu Pathal breakfast item. Very easy to this Kondu Pathal എങ്ങനെ വീഡിയോയിൽ കാണിച്ചിരുന്നത്. ഇതിന് നമ്മുടെ അരി തലേനെ കുതിർത്ത് വെക്കൊന്നും വേണ്ട. ഇവിടെ പുട്ടുപൊടി കൊണ്ടാണ് ഞങ്ങൾ ഈ പത്തൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പത്തൽ ഉണ്ടാക്കുക എന്നുള്ളതും എന്തൊക്കെയാണ് അതിന് വേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി വരാം. ഞാൻ രശ്മി മനോജ് കുമാർ, വെൽക്കം ടു ഡെലീഷ്യസ് ഡെസ്റ്റിനീസ്. അപ്പോൾ പത്തൽ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധാ പുട്ടുപൊടി 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിനകത്തേക്ക് നമുക്ക് വേണ്ടത് തേങ്ങ, അതുപോലെ ചെറിയ ഉള്ളി, സാധാ ജീരകം. ആദ്യം നമുക്ക് ഈ തേങ്ങയും ചെറിയ ഉള്ളിയും ജീരകവും കൂടി ഒന്ന് ചതച്ചെടുക്കാം. വെറുതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. കൂടുതൽ തേങ്ങ എടുത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുട്ടുപൊടിനകത്തേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനകത്തേക്ക് ഉപ്പ് തിളച്ച വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പൊടിയിലിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒഴിച്ച് ഒരു അരമണിക്കൂർ മാറ്റി വെച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കണേ. ഇനി നമുക്കത് പതുക്കെ ഇളക്കി കുഴയ്ക്കാൻ തുടങ്ങാം. കുഴയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വെള്ളം കുറവായി തോന്നുകയാണെങ്കിൽ ഇളം ചൂടുവെള്ളം ഒഴിച്ചൊഴിച്ച് പാകത്തിന് കുഴച്ചെടുക്കണം. ഒന്ന് കുഴച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന, നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന തേങ്ങയും ഉള്ളിയും കൂടിയുള്ള മിക്സ്ചർ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കാം. നന്നായി കൈകൊണ്ട് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കാം. പത്തിരീൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് സോഫ്റ്റ് ആയിട്ട് വരുമൊന്നും വേണ്ട, പക്ഷെ എന്നാലും അത്യാവശ്യം സോഫ്റ്റ് ആവുകയും ചെയ്യണം. പിന്നെ ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഇത്രയും സോഫ്റ്റ് ആക്കി എടുക്കുന്നത്. ഇനി നമുക്കിത് ഉരുട്ടി പരത്താൻ നോക്കാം. കയ്യിലിത്തിരി എണ്ണയോ നെയ്യോ എന്തെങ്കിലും തടവിട്ട് ഇതുപോലെ ബോളുകളാക്കി പ്രസ്സിൽ വെച്ച് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിത് കൈ കൊണ്ടാണ് പരത്താൻ പോകുന്നത്. ഞാനിവിടെ പ്രസ് ഒന്നും ഉള്ളതുകൊണ്ട് പ്രസ് എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ കൈ കൊണ്ട് പതുക്കെ ഒന്ന് അമർത്തി അതിൻ്റെ ഷേപ്പ് ആക്കിയെടുക്കുക, റൗണ്ട് ഷേപ്പിൽ ആക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ പൂരിയുടെ ഒക്കെ വലുപ്പത്തിലാക്കിയെടുക്കും. ഒരുപാട് വലുതായും പോകണ്ട, ഒരുപാട് ചെറുതായും പോകണ്ട. ഇത് ഏകദേശം ഈ വലുപ്പമായി കിട്ടിയാൽ മതി. ഇനി നമുക്കിത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണയിലേക്ക് ഇട്ടു. അപ്പോൾ ഇത് കുറച്ച് നേരം കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊന്തി വരും. പത്തലിങ്ങനെ പൊന്തി വരും. പൊന്തി വരുന്ന സമയത്ത് ഇത് കണ്ടില്ല, പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ആയാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ സൈഡും വെന്ത് കഴിഞ്ഞ് 2 സൈഡും ഒരു ഇളം ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളാണ്, വളരെ പെട്ടെന്ന് കഴിയും. ഞാനിവിടെ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഏറ്റവും കോമ്പിനേഷൻ ബീഫ് കറിയോ ചിക്കൻ കറിയോ ആണ്. നിങ്ങൾ തീർച്ചയായും പുട്ടുപൊടി കൊണ്ട് നമ്മൾ പുട്ടുണ്ടാക്കി മടുത്തുണ്ടാവില്ല. ഒരു പത്തൽ ഉണ്ടാക്കി നോക്കി. ഞാനിതവിടെ പൊളിക്കുകയാണ്. നല്ല സോഫ്റ്റായിട്ട് ഉള്ളിലിങ്ങനെ പൊള്ളയായിട്ട് വന്നിട്ടുണ്ട്. അതിലൊരു സൈഡ് പൊള്ളയും ഒരു സൈഡ് ഇതേപോലെ നല്ല മുരിച്ചിലുള്ള നല്ല ക്രിസ്പിയാണ് പുറത്ത്, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഈ രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പത്തൽ ഉണ്ടാക്കി. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പത്തൽ? ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടോ. കണ്ണൂർക്കാരുടെ സ്വന്തം പത്തലാണ്, പക്ഷേ കോഴിക്കോട്ടുകാർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമായി. എല്ലാവർക്കും ഇഷ്ടമാവും, ഞങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി വെക്കും. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. എന്ത് നമ്മൾ പുട്ടുപൊടിയാണ് പുട്ടല്ല ഉണ്ടാക്കണേ, അത് വെറൈറ്റി ആയിട്ട് പത്തൽ ഉണ്ടാക്കി വെക്കി, അടിപൊളിയാണ്. അപ്പം നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കുക. അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുകയും ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസിനായി ഡെലീഷ്യസ് ഡെസ്റ്റിനീസ് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആ വീഡിയോ ലൈക്ക് ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കൂടെ ഷെയർ ചെയ്യാനും. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ഇനിയും വരുന്നതായിരിക്കും. ഞാൻ രശ്മി മനോജ് കുമാർ, സൈനിങ് ഓഫ്.